ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോണ്? സാധനം വാങ്ങിക്കാൻ നമ്മൾ പോകുന്നു. സ്കൂൾ ഷോപ്പിംഗ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. ഈ വർഷം കൂടെ കഴിഞ്ഞ അക്കു കോളേജില് പിന്നെ നമ്മൾ കോളേജ് പോയി. കാരണം ഈ 2 മാസം നമ്മളൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കറക്റ്റ് 1 മാസം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരത്തെ മെയില് ക്ലാസ് തുടങ്ങും. ശിവന് കറക്റ്റ് 2 മാസം. എന്നിട്ട് ക്ലാസ്സിൽ പോയാ ഞാൻ പോയി. തന്റെ പാതയുടെ ഒരു പിന്തുടർന്ന് ഇങ്ങോട്ട് വന്നാണ്. സോ ഗൈസ്, ഇവന് അടുത്ത വർഷം കോളേജിലാവുമ്പോ ഇവൻ ഒരു തുമക്കനാണ്. ഒരു 17 വയസ്സായി. അഭി ഹൈസ്കൂളിലായി. അഭി ഇപ്പൊ 8ാം ക്ലാസ്സിലായി. അവൻ പഠിച്ചോണ്ടിരുന്നിടത്ത് 7 വരെ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ വേറെ സ്കൂളിലാണ്. അതും ഏത് ഇംഗ്ലീഷ് മീഡിയം. ഇത്രയും നാളും മലയാളം മീഡിയത്തിലായിരുന്നേ. അങ്ങനെ ഇപ്രാവശ്യം ഞാനും ആളുടെ പറഞ്ഞു അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ടാക്കി. കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര പാടായിരിക്കും. 10 കഴിഞ്ഞിട്ട് +1 +2 ഇല്ലാന്ന് അക്കു അവിടെ കിടന്ന് ബബ്ബ അടിക്കണം ഞങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. കാരണം കോളേജിൽ പോയാലും പിന്നെ അങ്ങോട്ട് എന്ത് ഹയർ സ്റ്റഡീസിനായാലും ഇംഗ്ലീഷിലല്ലേ. അപ്പൊ അവർക്കത് ഭയങ്കര പാടാണ്. അപ്പൊ ഈ പ്രാവശ്യം അഭ്യർത്ഥന ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരും. എന്നിട്ട് ഒരു പാട് കാണും, ഓഫ് കോഴ്സ് പാട് കാണും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റ് ആവും. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇന്ന് എന്തൊക്കെ അവർക്ക് ഡ്രസ്സും വെച്ചാൽ ഒരുപാടൊന്നും എടുക്കാനല്ലോ. 2-3 പാൻസ് ഒക്കെ എടുക്കണം. കാരണം ഓൾറെഡി കല്യാണത്തിന്, എൻഗേജ്മെന്റിന്, മീനുവിന്റെ കല്യാണത്തിനൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പുതിയ മോഡലിന്റെ പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബലൂൺ ബാഗ്. അബിക്ക് വാങ്ങാനുള്ള ജീൻസിന്റെ പേരാണ് ബലൂൺ ബാഗ്, സൂപ്പർ ബാഗ്, തലയിലൂടെ ഇടേണ്ട ബാഗ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങണം. പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങണം ഗൈസ്. ടിഫിൻ ബോക്സ് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എന്തൊക്കെ വാങ്ങണമെന്ന് മെസ്സേജ് അയക്കെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എവിടെയൊക്കെ പോകാന്ന് പറയാം. എനിക്ക് ടിഫിൻ ബോക്സിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കണം ടിഫിൻ ബോക്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്താണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഗൈസ്. ഇതിൽ ഞാൻ ഇപ്പൊ പറയാം, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു മോശം കാര്യം എന്നല്ല ഞാൻ പറയണത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ ഇത് അറിഞ്ഞൂടാ. അതായത് ഇവനിപ്പം മലയാളം അറിയാം, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഹയർ സ്റ്റഡീസിൽ പാടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ചില പിള്ളേരുണ്ട് മലയാളം മീഡിയത്തിൽ പഠിച്ചാലും അവർ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിലൊക്കെ അറിയാം, അവർക്ക് ഇംഗ്ലീഷ് അറിയാം. പക്ഷെ നമ്മൾ ആ കൂട്ടത്തിലുള്ളതല്ല. നമ്മളെല്ലാരും വന്നേക്കും. ഇപ്പൊ എല്ലാരും ചെയ്യണ കാര്യങ്ങൾ തന്നെ ഒന്നെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മലയാളം മീഡിയം. നമ്മൾ ഈ 4 മണ്ടയിലൂടെയാണ് പോണത്. ഇയാൾക്ക് ശേഷം മെച്ചൂരുണ്ട്. ഇവരോട് കൂടുമ്പോഴത്തേക്ക് ഇയാൾക്ക് ക്രാക്ക്. പോവാം. നമ്മൾ അക്കുവിന് ആദ്യം ചെരുപ്പാണ്. ഇപ്പൊ അക്കു വാഷ്റൂമിൽ പോയത്. നമുക്ക് ആദ്യം അക്കുവിന് ചെരുപ്പ് വാങ്ങണം. ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ബുക്ക് വാങ്ങണം. ബുക്ക് ഓദ്യം പേപ്പർ, പിന്നെ സ്റ്റിക്കർ വാങ്ങണം. സ്റ്റിക്കർ വാങ്ങാൻ ഞാൻ എക്സൈറ്റ്. എന്തെന്നറിയോ, ഞാൻ പറയണ മോഡൽ എടുക്കും. നിങ്ങൾക്ക് ഏതൊക്കെയാണ്? അയൺമാൻ, ഹീമാൻ, അതൊക്കെയാണ് താല്പര്യം? നമുക്ക് പറഞ്ഞ വിജയിയൊക്കെയാണ്. വിജയ്, സൂര്യ, ലാലേട്ടൻ, മമ്മൂക്ക. എങ്ങനത്തെ ചെരുപ്പ് വേണം? ഇങ്ങനത്തെ കെട്ടിയെരുപ്പ് വേണം മക്കൾക്ക്? ഇതാ വാ ഗൈസ്, ഒന്നും സംസാരമില്ല. അബീരെ കാല് ചൂണ്ടി കാണിക്കുന്നുണ്ടോ? അബീരെ കാല് കാണിച്ചു കൊടുക്കും. കാല് ചൂണ്ടി കാണിച്ചിട്ട് ഇതാണ്. സംസാരമില്ല. കിട്ടിയാ? ഇതാണ് ഇതിന്റെ കണ്ടിട്ടുണ്ടോ നീ? ക്രോക്സിന്റെ ഇതേപോലത്തെ അത് പഴയ സാധനം. അപ്പൂട്ടാ, അത് അബിക്ക് വിഷമാവൂലേ അങ്ങനെ പറയുമ്പോ? അത് തന്നെ പൊന്നെ പോലെ സൂക്ഷിക്കണേന്ന്. നമ്മള് ഇവന് ക്രോക്സ് വാങ്ങാൻ വേണ്ടി ഇരുന്നേനെ. അപ്പൊ ക്രോക്സ് വാങ്ങിച്ച് ഇവന്റെ കാല് ഓരോ ദിവസം വലിയ വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ കാല് വളർന്ന് വലുതായതിനു ശേഷം ക്രോക്സ് വാങ്ങിച്ചു കൊടുക്കും. സംബന്ധിച്ച കൊച്ചു മക്കൾക്കൊന്നും ക്രോക്സ് വാങ്ങിച്ചു കൊടുക്കരുത്. അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വാങ്ങണം. മോട്ടിവേഷൻ, യെസ്. അതിന്റെയൊക്കെ വാല്യൂ വരെ അറിയണം. ഒന്നേ ഏത് ഇഷ്ടപ്പെട്ട? ഇതെടുക്കാന്നാ? ഞാൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. വൈഷ്ണവിന്റെ കയ്യിലതാണ് കിടക്കണ. ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്. അപ്പം ആ ഗ്യാങ്ങില് പാഷൻ 10 വർഷം കഴിഞ്ഞവര് പാഷൻ മാറുള്ളൂ. അപ്പൊ അതുവരെ അവ അതേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ പിന്നെ എന്തിന് എടുക്കണ ഇല്ലേ? വേറെ എവിടെയും നോക്കണോ? വേറെ കടയിൽ നോക്കാം. കൊട, തൊപ്പി, ബുക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഇട്. പണ്ടത്തെ സിനിമയിലൊക്കെ തന്നല്ലേ? ഓ, ഇതാണ് ഹിപ്പ് ഹോപ്പ് ക്യാപ്സ്. ഈ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹിപ്പ് ഹോപ്പ് ഡാൻസ് കളിക്കും. ഇതാണ്
ഇത് ഡാൻസ് അറിയണം, എൻ്റെ പറ്റിഷമാണ്, ഞങ്ങൾക്ക് ഡാൻസ് അറിഞ്ഞുകൂടാത്ത. ഇഷ്ടപ്പെട്ടാ? ഇതാണ് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. നോക്കട്ടെ, കുട്ടൻ വെച്ചാണ്, നോക്കട്ടെ നോക്കട്ടെ ഈ മുടിയൊക്കെ ഇതിനകത്ത് അകത്ത് വെക്കണം, എങ്കിലേ കൊള്ളാം. നോക്കട്ടെ. ലാലങ്കളിനെ പോലെ ഇരുന്നാൽ ശരിയാവില്ല. ആറോ ലാലങ്കള്? എന്റെ ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടൻ. ഇതിങ്ങനെ ഇരിക്കണോ? ആ സൈഡിൽ കിടക്കണ മുടിയെല്ലാം അകത്താക്കണം, എങ്കിലും അതിനൊരു ഭംഗി വരും. പിന്നെ ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കുറെ കഴിയുമ്പോൾ നേരെ മാറ്റി വെച്ചത്. പ്രായത്തിന്റെ വിഗിളിത്തരങ്ങൾ. ഇതെടുത്തല്ല. ഓക്കെ ഗൈസ്, നമ്മള് ലിഫ്റ്റിൽ നമ്മളെ മോനോക്ക് എന്നോക്ക് ഫില്ല് ചെയ്ത് ഞാനൊരു ഐ സിനിമയിലെ പ്രതികാരം നിനക്ക് ഇതെണക്കത്ത് വലിയ ബുക്ക് മതിയാ? ഇത് 4 വേണം ഇതിന്റെ. ഇനി അല്ലാതെ ഒരു 10 ബുക്ക് വേണം. പഠിക്കാൻ തോന്നുന്നു. പ്രിന്റ് കണ്ടപ്പോ കൊള്ളാം. നോക്ക്, ഇതെന്തോന്ന്? ഇതിട്ട് പൊതിഞ്ഞിട്ടുണ്ടോ? എടാ നീല മഴയൊക്കെ പെയ്താൽ കുഴപ്പമില്ലായിരിക്കും. ഇപ്പം പഠിച്ചാൽ മതിയായിരുന്നല്ലേ. ഇത് വേണോ നിനക്ക്? ഇതാണോ വേണ്ടത്? പറ പിന്നെ. ഇത് മതിയാ? ഒന്ന് മതിയാവോ? പിന്നെ നമുക്ക് നോട്ട്ബുക്ക് അല്ല ഇതിലും ടെക്സ്റ്റ് ബുക്ക് എല്ലാം വേറെ ഉള്ളതെല്ലാം പറഞ്ഞല്ല, അത് നമുക്ക് ഐഡന്റിഫൈ എളുപ്പമായിരിക്കും. ഇത് 2 ഇനി ടെക്സ്റ്റ് പൊതി ഇതെടുക്കാന്നാ, അതാ ഈ കളറുള്ള എടുക്കാന്നാ? ഏത്? ഇതെടുക്കട്ടാ? 2 എടുക്കട്ടാ? ദാടാ അതോടെ കൊടു. ഇനി ജോമെട്രി ബോക്സ് വേണം അവിക്കുട്ടൻ. പേനയും വേണം. ഇല്ല, എനിക്കും വേണം പേന. കാൽക്കുലേറ്റർ പോയാ? നമ്മള് പാരമ്പര്യമായിട്ട് മാറിക്കൊണ്ടിരുന്നേണ്. അതല്ലേ, അതാ പുതിയത് വാങ്ങിച്ചാ? പാരമ്പര്യല്ലേ പുതിയത് വാങ്ങിച്ചാ? അപ്പൊ പാരമ്പര്യമായിട്ടുള്ള കാൽക്കുലേറ്റർ ഇവിടെ ഗൈസ്. അതായത് എനിക്ക് എൻ്റെ കസിൻസ് തന്ന കാൽക്കുലേറ്റർ മാള് പഠിച്ച് വെച്ചിട്ട് ഇവന് കൊടുത്തു. നമ്മളെ പാരമ്പര്യ സ്വത്തായിരുന്നു അത്. പേനേ, ഇത് നല്ല പേന തന്നെ. ഇത് മതിയാ? നീ ഈ കുഞ്ഞു പേനായിട്ടാണ് എഴുതണം. കുഞ്ഞിൻ്റെ പേന എന്നാ പൊന്നു പിടിച്ചോ. പിന്നെ അവിക്കുട്ടൻ എന്ത് വേണം? അവിക്കുട്ടന് പേന ഇറക്കിയത് നിനക്ക് പറ്റിയതായി. ഈ ജോമെട്രി ബോക്സ് ആണ് അവിര സ്വഭാവത്തിന്. നീല തന്നെ ഇത്. അല്ല ജെല്ലല്ല, നല്ലത് കേട്ടാ പേന. നല്ല പിൻ പോയിന്റ് ഉണ്ട്. ഇത് 1 മതിയാ? ഇതിന്റെ ബോക്സ് ഉണ്ടാ? എടാ ഇതിന്റെ ബോക്സ് ഇതുണ്ടാ? പാക്കറ്റ് ഉണ്ടാ പേന? ഇതാണോ അത്? അല്ല തന്നെ. ഇത് മതിയല്ലോ. ഇത് 2. ഇനി എന്തിനു വേണം? ഇനി അബിക്ക് ജോമെട്രി ബോക്സ് ഒക്കെ സബി ഹൈസ്കൂളാണ്. ഇത് വേണോ? ഏത് വേണോ? കിളിപ്പച്ച. ഇത് വേണോ അത് വേണോ? നീ നോക്കിയിടും നിനക്ക് ഏത് വേണം. എന്നിട്ട് നാളെ നീ പറയും ഇതിന്റെ സ്ക്രൂ ഡ്രൈവർ വർക്ക് ചെയ്യണില്ല. നിനക്ക് ഇഷ്ടമുള്ള നോക്കിയിടും. എന്തരായി തീരുമാനിച്ച്? ഏത് മതി? ഗംഗ. തീരുമാനങ്ങൾ ക്ലിയർ ആയിരിക്കണം. നോക്കട്ടെ, ഇത് ഏതിന്റെ? ഓക്കെ, ഇതാണ് മതിയല്ല. ഇനി അവൻ ചോദിച്ച പൊട്രാക്ടർ കൊടുക്കല്ലേ കേട്ടാ. പൊട്രാക്ടർ വേണോ? പൊട്രാക്ടർ വാങ്ങിച്ചോണ്ട് പോയിട്ട് കളയുമെന്ന്. അതെടുത്താ അതൊക്കെ കൊടു തന്നെ. ഇനി വേറെ നോക്ക്. ഇനി എന്തിനാണ്? പൗച്ച് വേണോ? ഓക്കെ, ഇനി ഇത് വേണം, ലഞ്ച് ബോക്സ്. ഗൈസ്, അമ്മ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അക്കുവിന് ചോറ്റുപാത്രം വാങ്ങിച്ചപ്പോഴത്തേക്ക് ചെറുതാണ് വാങ്ങിച്ചത്. അവൻ്റെ ഇഷ്ടത്തിനാണ് വാങ്ങിച്ചത്. പക്ഷെ ഇപ്രാവശ്യം അവന് വലുത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കു ഇത് മതിയാടാ? അക്കു നിനക്ക് ഇഷ്ടമുള്ള നോക്കിയിട്. ഫൈബറാ പൊന്നി? ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ചമ്മന്തി അവിയൽ അതൊക്കെ വെച്ചിട്ട് ചെറിയ കറിയൊക്കെ വാങ്ങാൻ വേണ്ടി അതുണ്ട്. അവ കൊണ്ടുപോകില്ല. താനാണെങ്കിൽ ഈ പ്രായത്തിൽ കൊണ്ടുവരുന്ന ഒരു മണുക്ക് പാത്രത്തിലല്ലേ കൊണ്ടുപോകുള്ളൂ. അതാ അബിക്ക് ഇത് വേണോ? അബിക്ക് എന്താന്നറിയോ? എന്നിട്ട് മറ്റേ ബാഗിനകത്തിട്ട് പോവാടാ. ഇതൊക്കെ ലീക്കാവും. നിനക്ക് ലീക്കാവാത്ത നോക്കി ഒരെണ്ണം ഇടും. അല്ലെങ്കിൽ ചോറിന് മീൻകറിയൊക്കെ ആയാലേ ബാഗിൽ മീൻകറിയോ നല്ല മണമാണ്. മീൻകറിയും തന്നിടൂ. നമ്മളെ വീട്ടിലാണ് മീൻകറി നോക്കിയുണ്ട്. അതൊക്കെ തലേദിവസം തീരും. ഞാൻ പറയണ അതുപോലെ ചാറ്, തൈര്, ചമ്മന്തി, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ പറയണ അതുപോലത്തെ ഒരു വലിയ പാത്രം വാങ്ങിച്ചാൽ അതിൽ തന്നെ എല്ലാം വെക്കാം. നമുക്ക് സ്കൂളിൽ പോയായിരുന്നു. ഇതും അല്ലെങ്കിൽ ആ മിൽട്ടന്റെ തവ വാങ്ങിച്ചേരാം. നീ നിന്റെ ചേട്ടനൂടെ പൊതിച്ചോറ് മാറിക്കണം. അവിടെ എന്തരായെന്ന് നോക്കിയാ? നിനക്ക് എങ്ങനത്തെ വേണം? ഇങ്ങനത്തെ വേണോ? പറ, അതിനനുസരിച്ച് അവർക്ക് പറയാനാണ്. അത് മതിയാ? പക്ഷെ ഇതേ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ളതുണ്ടാവോ?
ഈ ഒരു സൈസിൽ കണ്ട് ഇത് ഭയങ്കര ലൂസാടാ. സൈസിൽ ഇങ്ങനത്തെ സാധനം ക്ലിപ്പ് ഇടണം. ഇത്രയും വലുത് വേണം. ഈ സൈസ് ഇത് മതിയോ? സൈസ് കാണിച്ചാ നോക്കട്ടെ. ഈ സൈസ് മതിയാ? ഇത് തുറന്നു പോകും. ഇത് പിടിച്ചാണ് ഞാൻ അടയ്ക്കാൻ പറ്റണം. ക്ലിപ്പും ഉണ്ട്. ഇത് ലൂസ് ക്ലിപ്പ് ഉള്ളാകുമ്പോ കുറച്ച് തുറന്നാലും ചോറ് എടുത്തകത്തിട്ട് അടയ്ക്കാം. കറി ഇതിൽ വെച്ചാൽ ഇത് ഓക്കെയാണോ? പക്ഷെ പൊന്നെ ഇത് ലൂസ് ഉണ്ടാ? വട്ടത്തിലായാലും മതി. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പ് വേണം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്ക്, നിനക്കാണ് ചോട്ട്. ഇത് ഓക്കെ അല്ലേ? നോക്കട്ടെ. തുറക്കാൻ പറ്റണ നോക്ക്. നീ ചെന്നിട്ട് എന്റെ ബദാം പൊളിക്കണക്ക് ഇത് പൊളിക്കരുത് കേട്ടായിട്ട്. ഇങ്ങനെ അടിക്കല്ലേ. ഇതിലാകുമ്പോ എന്താണെന്നറിയാമോ? കറിയൊക്കെ മുകളിലത്തെ തട്ടിൽ വെക്കാം. മുട്ടയും അച്ചാറും തൈരും തോരൻ. ചോറ് അടിയിൽ ഫുള്ള് ചോറ്. അബി ലീക്കാവാത്ത സാധനം വേണം എടുക്കാൻ വേണ്ടിട്ട്. എടാ ഇത് ലീക്ക് പ്രൂഫ് ആണോ? ആവൂലേ? ഇത് മതിയാ? തുറന്നാണ് നോക്കട്ടെ. എന്തൊരു സ്റ്റോപ്പ് വിഷിങ് സ്റ്റാർട്ട് ഡൂയിങ്. ഇതിലെന്തൊരു ചോറ് ഇത്ര ചോറല്ലേ? ഇതിനകത്ത് നീ എന്തിനുണ്ട്? കടുക ഇത് രണ്ടല്ല. കുറച്ച് നീ ഇപ്പൊ പാത്രം കൊണ്ടുവരുമ്പോ അപ്പച്ച അവിടെ കാരണം എന്റെ അടുത്താണ് അളിക്കണത്. അക്കുന് വാങ്ങിച്ച കണക്കത്ത് എടുക്കട്ടാ. കുറച്ചായിരിക്കും. അപ്പൊ നിനക്ക് ഇത് വേണ്ടേ? ആരോഗ്യം അത് എടുത്തോ. ടിഫിൻ ബോക്സ്. പിന്നെ ഏത് വേണോ? അവനോട് ഒരെണ്ണം നോക്കി എടുത്തോ. ഇങ്ങനത്തെ വേണ്ടല്ലേ? ഇങ്ങനത്തെ വേണ്ട. വേണ്ട. അത് ചിലപ്പോ ലീക്ക് ആവണെങ്കിലാ. നമുക്ക് റിങ്കുവിന്റെ നോക്കട്ടെ. ഇതൊക്കെ അല്ലേ? തട്ടുണ്ട്. തട്ടില് കറി കഴിക്കാം. ഇവിടെ ഇത്ര മുട്ട. എനിക്കിതാണ് കാരണം +1 +2 ഇവിടെ മുട്ട, ഇവിടെ ചമ്മന്തി, അച്ചാർ. എന്റെ അമ്മ ഒഴിച്ചുകൂട്ടാനൊക്കെ ഇതിൽ ഒഴിച്ചു തരുമായിരുന്നു. അപ്പൊ സൂപ്പറായിരുന്നു. ബാഗ് മുഴുവൻ. ഞാൻ പഠിക്കുന്ന സമയത്ത് ചോറ്റുപാത്രത്തില് പേരെഴുതുമായിരുന്നു. അമ്മു മാളു എന്നൊക്കെ. അത് എഴുതട്ടാന്ന് വെച്ചപ്പോ ആ ചെറുക്കുന്നുണ്ട് ഓടണണ്ട. അത് എഴുതട്ടാന്ന് വെച്ചപ്പോ കുട വേണ്ടല്ല എനക്ക്. കഴിഞ്ഞ പ്രാവശ്യം കുട വാങ്ങിച്ച് മഴ പെയ്ത് ഒരു ദിവസം എടുത്ത് ഉപയോഗിച്ചെന്ന്. എന്നിട്ട് അത് എനക്ക് മടക്കി കൊണ്ടുവച്ച് ഈ ഇടയ്ക്കാൻ്റെ എടുത്ത് മഴയത്ത് നൂത്തപ്പോഴത്തേക്ക് അത് പൊളിഞ്ഞങ്ങ് വീണ് തുരുമ്പെടുത്ത്. സോ ഗൈസ്, അങ്ങനെ നമ്മള് ഇപ്പം അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചു. അതായത് ഈ മറ്റേ ബുക്ക് പൊതിയണ പേപ്പർ, ബുക്ക്, റബ്ബർ കട്ട, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ വാങ്ങിച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ വാങ്ങാൻ പോണെന്ന് വെച്ചാല് ചെരുപ്പും തുണി, ചെരുപ്പ്, ഡ്രസ്. കാരണം ഓൾറെഡി അവരിൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗൊക്കെ നല്ലപോലെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ബാഗ് ഓൾറെഡി അവര് ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ എന്തൊക്കെ വേണോന്നുള്ളത്. സോ ഇനി നമുക്ക് ചെരുപ്പും ബാഗും വാങ്ങണം. ആ ബ്ലൂ എടുക്കോ? ഇതോ ആ ബ്ലൂ മൂന്നാമത് അത് ഇതില്ലല്ലോ അവന്. ഇത് എത്ര ബ്രോ? അത് അവന് ഇടുപ്പ് കറക്റ്റ് ആവോ? ഇത് എത്ര? 28 ആണോ? കറക്റ്റ് ആവോ? ബെൽറ്റ് ഇട്ടാൽ ഇവന് സൈസിന് കിട്ടൂല. അബി ഇട്ടോണ്ടോന്നാണ് നോക്കട്ടെ. അബിക്ക് ബലൂൺ ബാഗ് വേണോ? അപ്പം ബലൂൺ ബാഗ് വേണം. ഇനി അക്കുന് വൈഡ് ലെഗ് ബാഗി പാൻസ്. വൈഡ് ലെഗ് ഇട്ടോ പോയി. സിബൊക്കെ നോക്കണേ. അവീര് എൻട്രി നോക്കട്ടെ. ഏതാടാ ഇത്? നിനക്ക് അവിടെ എന്തിട്ട് ഒരു മൺകൂജ കണക്ക് അത് പൊക്കിയാണ്. അയ്യോ പൊന്നെ. അപ്പൊ അത് പൊക്ക് തന്നെ. പക്ഷെ ഇവന് ഭംഗി വരണ്ടേ? ഇത് നിങ്ങളെ അമ്പ്ലീരെ വേണ്ടല്ലേ ഇവന് കണക്കാണ്. നിങ്ങളെ 28 ഞാൻ ഇടണ ഫാൻസ്. ഞാൻ ഏതെങ്കിലും കണ്ട മുതൂത്ത് നോക്കട്ടെ. ഞാൻ ഇടണ ജീൻസ് ഇല്ലേ, അപ്പൊ എനിക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് വരുമ്പോഴത്തേക്കും ചോദിക്കാതെ അത് കറക്റ്റ് ആണെങ്കിൽ ഞാൻ പിന്നെ അവന് കൊടുക്കും. അവന് വേണോന്ന് പറഞ്ഞ നോക്കട്ടെ. അത് പൊക്കിയാണോ കിട്ടാ? നോക്കട്ടെ. കുഴപ്പമില്ല, ഇത് ഓക്കെയാണോ? ഇത് മതിയല്ല? അത് മാറ്റണോ? എന്നെ അടുത്ത് അക്കു. അപ്പൊ ഇത് ബാഗ് ഇല്ലല്ലോ. സൂപ്പർ അല്ലേ ഇങ്ങനത്തെ മോഡൽ? നോക്കട്ടെ. അടിപൊളി. ഇടുപ്പ് നോക്കട്ടെ. കറക്റ്റ് ഇടുപ്പ് നോക്കട്ടെ. അത് ലൂസാക്കണോ? വേറെ സൈസ് വാങ്ങണോ? കറക്റ്റ് തന്നെയല്ല? കൊള്ളാടാ. നല്ല രസം. നോക്കട്ടെ. സുന്ദരൻ. ഇതെന്തൊരു പഴക്കല്ലേ? എടാ അക്കു ഇങ്ങോട്ട് നോക്ക്. നിന്റെ അനിയന്റെ ഇത് കണ്ടിച്ചു പോ. അതെത്ര?
മതിയല്ല, അത് പറയണം. ഓക്കേണാ? ഇത് ഓക്കേടാ, ഇങ്ങനെ സെറ്റാണ്, കിട്ടുള്ളൂ. സെറ്റാണ്. അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് ഞാനൊരു കാര്യം പറയട്ടാ, ഇത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ച് കൂട്ടാതെ സൈഡിലോട്ട് കൂട്ടി വൈ. അതായത് ഇത് ഇങ്ങനെ ഇത് പിടി ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ഇങ്ങനെ കൂട്ടല്ലേ, സൈഡിലോട്ട് വൈ. ഇങ്ങനെയാണോ? സൈഡിൽ വയ്ക്കുമ്പോ കുഴപ്പമില്ല. ഇപ്പഴാണ് കറക്റ്റ്. നീ ഫ്രണ്ടിലെല്ലാം കൂടെ കൊണ്ട് മൺകൂച്ച പോലെ കൂട്ടി വെക്കാം. നോക്കട്ട്, അതല്ലേ പറഞ്ഞു ഇവന് മുതൂത്താണ് കുണ്ടി. നോക്കട്ടെ തന്നെ. ഇപ്പം കറക്റ്റ്. അതെടുക്കേണാ? ഓക്കെ. അബീരെ ബലൂൺ ബാഗ് കിട്ടി. നോക്കട്ടെ നോക്കട്ടെ. സൂപ്പറടാ, നല്ല രസമുണ്ട്. സൂപ്പർ കാണാൻ. ചിരിയടാ. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ വേറെ എടുക്കാം. ഈ ബലൂൺ ബാഗ് അബി പറഞ്ഞ ബലൂൺ ബാഗ് അവന് ഇഷ്ടപ്പെട്ടില്ല, വേറെ എടുക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ എല്ലാ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വീടെത്തിയേ. നിങ്ങൾ കാണിക്കണം, നമ്മൾ ഇതെല്ലാം എടുക്കണത്. എന്നെ കാണിക്കണ്ട ചേച്ചി? നിങ്ങൾ കാണണ്ടേ? ഇല്ല, ഇന്ന് കാണണം നിങ്ങള്. സംഭവിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കും. നമ്മൾ എന്താണ് വാങ്ങുന്നതെന്നുള്ളത് സത്യം. ഞാനേ അപ്പം പോയ പൊട്ടിച്ചുകൊണ്ടുപോയ നെയിലാണ് ഇതുവരെ സംഭവമുള്ള വീട്ടിൽ. അങ്ങോട്ട് വയ്ക്കാണ് നമ്മളിന്ന് അപ്പം കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പകുതി മുക്കല്ല 90% ഭാരം അങ്ങ് ഒഴിഞ്ഞ്. ഞാൻ ഭാരത്ത് തല വെച്ചെടുത്ത്. എത്ര കിലോ ഇടാക്കും നിനക്ക്? 61. അബി എത്ര കിലോ ഇടാ നിനക്ക്? അപ്പോൾ ഒരു 100 സംതിങ് കിലോ ഞാനങ്ങ് അപ്പൂന് കൊടുത്ത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആശ്വാസം. ഇരിക്കണൊക്കെയാണ് തൊപ്പിയൊക്കെ വെച്ച്. ഓക്കെ, നമുക്ക് ഡ്രസ്സ് കാണണ്ടേ? കാണിച്ചു വിട അപ്പച്ചിക്ക് ഡ്രസ്സ്. അതുകൂട്ട് അപ്പച്ചിക്ക് ഡ്രസ്സ് കാണിച്ചു വിട്. അമ്മ ബലൂൺ ബാഗിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞു പോയിട്ട് ബലൂൺ ബാഗ് കിട്ടിയൊന്നുമില്ല. അപ്പം എല്ലാവർക്കും സ്കൂളിൽ പോകണം, എല്ലാവർക്കും ഹാപ്പി സ്കൂൾ പോണ ദിവസം. സ്കൂളിൽ എത്ര വർഷം നിങ്ങളൊക്കെ പഠിക്കണമില്ലേ? ഓ, അക്കുവൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അക്കു സ്കൂളിൽ പഠിക്കാനല്ലേ പണക്കൊനൊക്കെയാണ്. അവനാണെങ്കിൽ എത്ര കണ്ണാടി നോക്കി ചന്തം നോക്കിയാലും അവന് മതിയാവൂല. ചന്തത്തിനൊത്തും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ ആശയ്ക്കൊരാശയ്ക്കായി. അമ്മയ്ക്ക് ഞാൻ പാടിന് ഇഷ്ടമല്ല. അവൾ അക്കു എങ്ങനെ ഉണ്ടാടാ? ഷോപ്പിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറയടാ അപ്പൂട്ട. ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൂട്ട? ഷോപ്പിംഗ് നല്ലൊരു ഷോപ്പിംഗ് ആയിരുന്നു. സാധാരണ എന്തായിരുന്നറിയാമോ, എല്ലാ വർഷവും ഞാൻ യവന്മാരെയും കൊണ്ടു എന്തായിരുന്നറിയാമോ, ഞാൻ എവരെയും കൂടെ ഒരു ആശ്വാസത്തിന് വിളിച്ചോണ്ട് പോവേ. അവസാനം എനിക്ക് തലയ്ക്ക് പ്രാന്ത. എവരും ആരും പറഞ്ഞു എവരോണ്ട് എന്നും പറഞ്ഞ് അവരങ്ങിരിക്കും. ഇവർക്ക് ബസ്സിൽ വണ്ടി കയറുമ്പോഴേ ഛർദ്ദിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇത് വേറൊന്നുമില്ല, ഈ മൂങ്ങ ചെറുക്കന്മാർ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടുവോ? അത് മിണ്ടൂല. അതുകൂടെ കാണുമ്പോ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്തെടുക്കും. അക്കുന് അതാണ് കുഴപ്പമില്ല. അക്കുനോട് ജീൻസ് വേണോ? ഒരു 3 മിനിറ്റ് എടുക്കും. ഇങ്ങനെ കാണിക്കും ആദ്യം, എന്നിട്ട് പിന്നെ മാറ്റി പറയും. കടയിൽ കയറിയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും ചായ ചായ ചായ. ഓ ചായ അല്ല, ഞാൻ ചോദിക്കും നിനക്ക് എന്തോ വേണോടാ? ചായ. ആ മാമൻ ചായ അടിക്കുമ്പോൾ അവൻ പറയും അവന് ബൂസ്റ്റ് വേണമെന്ന്. ആ ബൂസ്റ്റ് ഇടാൻ പൊട്ടിക്കുമ്പോൾ അവൻ പറയും അവന് ഹോർലിക്സ് മതിയെന്ന്. പിന്നെ അവൻ അങ്ങോട്ട് പറയും കോഫി വേണമെന്ന്. ഇവ അങ്ങനത്തെ ഒരു ചെറുക്കനാണ് ആ ചെറുക്കൻ. ഗൈസ്, എൻ്റെ അനിയത്തി എവിടെ ചോദിക്കുന്നത്? ഇതാണ് എൻ്റെ അനിയത്തി. നിനക്ക് ബുക്ക് വെച്ച് എൻ്റെ നഖം എങ്ങനെയുണ്ട്? ഫേക്ക് നെയിൽസ് ആണ്. ഇപ്പം പറ്റൂല, കുറച്ച് ഇളക്കാൻ പറ്റും. വേണമെന്ന് വിചാരിച്ചാൽ ഇളക്കാന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇളകി പോകൂല. അങ്ങനെയുണ്ടമ്മ. ഇതാണ് സ്റ്റൈൽ രാജ്. അത് പാഷൻ. അപ്പു പറഞ്ഞു കൊടുത്ത പാഷനാണെന്നത്. മാളു പുതിയ പാഷൻ ബുക്ക് ചെയ്യണ പേപ്പർ കാണിച്ചു കൊടുത്താണ്ടാ അബി? കണ്ടാ അമ്മ? എന്താണ് അമ്മ നോക്കമ്മ? പുതിയ പാഷൻ പുതിയണ നമ്മളെയൊക്കെ ബ്രൗൺ പേപ്പർ. നമുക്ക് പൊന്നില്ല കൈസ്, ഒന്നുമില്ല. അപ്പുറത്തെ ന്യൂസ് പേപ്പർ ഇതെന്തത് ബുക്ക് പൊതിയണം. ഞാൻ ഇതിൽ ബുക്ക് പൊതിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ആ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അക്കുവിന് എനിക്ക് ഇതൊക്കെ പൊതിഞ്ഞ് വെട്ടി. ആര് പൊതിയോടാ? അക്കു നിനക്ക് പൊതിയ അറിയാമോ? ഓ, എത്ര കണ്ണാടി നോക്കിയാലും മതിയാവൂല ഗൈസ്. നിങ്ങളെ വീട്ടിലുള്ള ടീനേജ് പയ്യന്മാർ, അതായത് ഈ 16-17 വയസ്സുള്ള പയ്യന്മാർ ഇങ്ങനെയാണ് എപ്പോഴും. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. എത്ര കണ്ണാടി വയ്ക്കണം എനിക്ക് മതിയാവൂല. എനിക്ക് ബ്ലാക്ക് നമ്മളതിഞ്ഞിട്
എത്ര നോക്കിയാലും മതിയാവൂല കണ്ണാടി. എനിക്കാണെങ്കിൽ കണ്ണാടിയൊക്കെ എൻ്റെ അമ്മയ്ക്കും അതേ കണക്ക് തന്നെ അമ്മൂമ്മയൊക്കെ പറഞ്ഞേക്കാം. എൻ്റെ അമ്മ കണ്ണാടി തിന്നുവരുന്നു. അമ്മയ്ക്ക് ഒരു ദിവസം സ്കൂളിൽ പോകുന്ന നേരത്ത് ബസ് കിട്ടൂല ഗൈസ്. കാരണം എൻ്റെ അമ്മ കണ്ണാടി നോക്കി ജപിച്ചിരിക്കും. ബസ് കിട്ടൂല. ആ 2 ബുക്ക് മാളും പ്രിന്റും കൊള്ളാടി. ബുക്കിന്റെ ഒക്കെ പ്രിന്റ് വയ്ക്കണടാ. വിഞ്ഞാണിച്ചാണ് ഞാൻ എടുത്തത്. ഇത് എന്റെ റേഡ് ആടെ അമ്മയുടെ അക്കശിക്കനാണോ ഇങ്ങടുത്താണ്. അല്ല ഇതിന്റെ ചെറുത് കണ്ടിത് നോക്ക് ഗൈസ്. ഇപ്പോഴത്തെ ബുക്ക് പ്രിന്റ്. അക്കു എന്തിനാ ബുക്ക് വേണമെന്ന് പറഞ്ഞു. ഇടി അക്കുവിന് ഒരു ബുക്കേ ഉള്ളെന്നടി പഠിക്കേ. അമ്മ പറയുമ്പോ എങ്ങനെ വെച്ചിരിക്കണ അമ്മ ഇങ്ങനെ. അമ്മ ഏന്നറിയോ മൺമൺ ഷോയില് ലാലിനെ പോലെ മാളു ബുക്ക്. നീ എന്താണ് 2 ബുക്ക്? അമ്മ ഒരു ബുക്കിലാണ് പഠിക്കണേന്ന് ഞാൻ എന്താണ് അറിയണത്. എനിക്കാണെങ്കിൽ സയൻസാണ് ഞാൻ പഠിച്ചത്. ഞാനും മാളും ട്യൂഷൻ ക്ലാസ്സിന് മലയാളത്തിനൊരു ബുക്ക്, ഇംഗ്ലീഷിനൊരു ബുക്ക്. അതാ എൻ്റെ കൂനി അങ്ങനെ ഞാൻ ബുക്കാൻ വയ്ക്കാത്ത ചിരിക്കണ. അതുകൊണ്ടാണ് ഞാൻ പൊക്കാൻ വയ്ക്കാത്തത്. ഇപ്പൊ ഈ അക്കുനി അഭിയം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവന്മാര് മല പോലെ ഞാൻ എൻ്റെ ഇങ്ങനെ ഒന്നും എല്ലാം പറക്കി വെക്കണേ. കണ്ട കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബാഗാണ്. ചോറ്റുപാത്രം കാണിച്ചോളൂ തന്നെ. ഇതാണ് അഭിരച്ച. പാത്രം വെച്ചത് അബിക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം വാങ്ങിച്ച കൊള്ളാമല്ല. എൻ്റെ അമ്മ സ്കൂളിൽ പറഞ്ഞു കൊണ്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ്. നോക്കട്ടെ. എല്ലാം പറക്കി വെച്ച് രേ. എടാ ഒരു പെൻസിൽ ആടാ. അമ്മ പെൻസിൽ നോക്കിയാണ് എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കണ്ട ഇത് കണ്ട. ഇത് പെൻസില്, ഇത് കട്ടർ. സോറി ഗൈസ്, കട്ടർ എന്ന് പറയുമ്പോൾ പാർക്ക് പറയുന്നില്ല. ഷാർപ്നർ ആൻഡ് ഇത് റബ്ബർ കട്ടയെന്നും പറയാൻ പറ്റില്ല. എറൈസർ. നമ്മളൊക്കെ കട്ടറും റബ്ബർ കട്ടയും പെൻസിലൊക്കെ ഉണ്ടാടി എന്ന് ചോദിക്കുന്ന ടീംസ് ആയിരുന്നേ. ഒരെണ്ണം താ ഒരെണ്ണം ഉണ്ട്. അക്കുൻ്റെ ചെരുപ്പ് ഗൈസ്. അക്കുന് ചെരുപ്പ് വാങ്ങിച്ച അമ്മ അവൻ ചെന്നുടനെ അവന് വെള്ളേനെ എടുത്താ. ഇനിയിപ്പോ കുഴപ്പമില്ല. അവൻ ചാണാപ്പച്ചയും പല പല കളറാക്കണ്ട. വെള്ളം എടുത്തപ്പല്ലേ എന്റെ ഇപ്പോഴത്തെ പുതിയ അബി ഭയങ്കര സൂക്ഷിക്കും, ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. അക്കു അങ്ങനെയല്ല. അക്കു ഭയങ്കര മെസ്സി ക്യാരക്ടറാണ്. പക്ഷെ അക്കുവിന്റെ റൂമൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഗൈസ് ഇതാണ് ഇതിന്റെ കട്ടർ. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇത് കണ്ട ഇവിടെ വെട്ടിയിടാൻ പറ്റൂല. ഓ എന്തൊരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല ഞാനും കണ്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണ് 2025. സോ ഇത് എനിക്കൊരു പെൻസിൽ വേണോ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുമില്ല വരയ്ക്കുന്നില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ എടുത്തു വെച്ച് എഴുതാൻ തോന്നും. അപ്പം ഞാൻ എഴുതാം ഗൈസ്. ബിക്കോസ് ഐ ഹാവ് എ ജേണൽ. എനിക്കൊരു ജേണൽ ബുക്കുണ്ട്. അപ്പം ഞാൻ അതിൽ ആ ജേണൽ ബുക്കിൽ ഞാനിങ്ങനെ എനിക്ക് തോന്നണയൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. എനിക്ക് ഉറക്കം വരാത്ത ചെറുകഥ അപ്പൂടെ ചോദിച്ചാൽ കഥ കൊള്ളാമായിരുന്നു. അപ്പൂട്ടാ എന്റെ കഥയില്ല എന്തിനായിരിക്കും എനിക്കറിയാം. അപ്പൂട്ടാ എന്റെ കഥ കൊള്ളായിരുന്നാ? സൂപ്പർ. അതാണ് പുതിയ പാന്റ്. കൊള്ളാമോ? ഇത് എന്തൊരമ്മ പൊക്കം. ഇത് കണ്ട അങ്കിൾ പിള്ളേരൊക്കെ ഇങ്ങനെയാണോ? പിള്ളേരൊക്കെ വളരാമോ ഇങ്ങനെ പെട്ടെന്ന് ടക്കനാ? ഞാനും പിള്ളേരായിരുന്നു ഒരു സമയത്ത്. എന്നിട്ട് ഞാൻ വളർന്ന ഇരയിലെ കുറേ സാധനങ്ങൾ. പക്ഷെ ഈ ചെറുക്കൻ തരൂല കേട്ടോ. അവനൊന്നുമില്ലാന്ന്. എടി അവൻ്റെ കുറേ പേനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അക്കുവാണെങ്കിൽ കൊടുക്കും. അതെനിക്ക് വാങ്ങിച്ചാ. അതെനിക്ക് വാങ്ങിച്ചാ മാളു. അതെനിക്ക് വാങ്ങിച്ചാ. ഇല്ല എനിക്ക് പേന ആവശ്യമുണ്ട്. എടാ ഇനിയുണ്ട് ഇതിന്റെ വേറൊരെണ്ണവും കൂടെ. 2 എണ്ണം എടുത്ത് ഞാൻ. അക്കു അതുകൊണ്ടാ എനിക്ക് ഇങ്ങനത്തെ സ്വിച്ച് ഇട്ട പേനയാണ് ഇഷ്ടം. സോ ഗൈസ് പിന്നെ പോളോ എവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോളോ ഇവിടെ ഉണ്ട് ഗൈസ്. മകണ്ടനെ പോലെ അവ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അപ്പം നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് ഇനി നമുക്ക് അടുത്ത വർഷത്തെ ഷോപ്പിംഗ് വ്ളോഗിന് കാണാം. അങ്ങനെയല്ല, ഇനി അടുത്ത ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയണത് ഷോപ്പിംഗ് വ്ളോഗ് കാണാം. യെസ്. അപ്പൊ നമുക്ക് അടുത്ത വർഷം അക്കു കോളേജില് ഞാൻ റിസൾട്ടിന്റെ അന്ന് ഇവിടെ കിടന്ന് വലിയൊരു കല്ലു വാങ്ങണോട്ട് തലയിലിച്ചിരിക്കും. മക്കളെ ജയിക്കോടാ +2? ഭയങ്കര സത്യസന്ധനാണ് പറഞ്ഞ. ജയിക്കില്ലേ? അപ്പൊ നീ എന്തിനാ +2 കഴിഞ്ഞിട്ട്? ഓക്കെ. അബിക്ക് സിനിമാ നടനാവണം. അബിക്ക് സിനിമാ നടനാവണം.
അല്ലെങ്കിൽ അവന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. സത്യം പറഞ്ഞാൽ 8ലെന്ന് പഠിക്കുമ്പോൾ എനിക്കൊരാഗ്രഹമില്ല. എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ എനിക്ക് ടീച്ചർ ആവണം. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആഗ്രഹം ചോദിക്കും, നിങ്ങൾ ആരും ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് ആലോചിക്കാൻ കൂടെ ഞാൻ പിള്ളേരെ എനിക്ക് ആലോചിക്കണം. ഞാൻ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം ആലോചിച്ച് നോക്കി. എനിക്ക് ക്ഷമയൊന്നുമില്ല. നീ പഠിപ്പിക്കുമായിരുന്നല്ലേ 10ാം ക്ലാസ് വരെയുള്ള? ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. എനിക്ക് ഞാൻ തരുന്നത് അങ്ങോട്ട് പോയി കണ്ട് ഇങ്ങനെയൊക്കെ അത് ദേഷ്യം വന്നിട്ട് അടിക്കൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ റീറ്റാവും കൈസ്. അപ്പം എൻ്റെ ആഗ്രഹം ടീച്ചർ ആവണമെന്നാണ് തോന്നുന്നു. സോ പോൾ അഴിച്ചുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങി ഓടണം. അപ്പം ഗൈസ്, അപ്പം നമുക്ക് ടാറ്റാ ബൈ ബൈ.